എത്രയും പെട്ടെന്ന് സന്ദേശം അയക്കൂ. കപ്പലിൽ നിന്ന് അപകട സന്ദേശം ഉയർന്നു. തോണികൾ ഇറക്കൂ, ആളുകൾ ഓരോരുത്തരായി അതിൽ കയറ്. യെസ് ക്യാപ്റ്റൻ. സമയമില്ല, വേഗം വേഗം. ഒടുവിലത്തെ ബോട്ടിൽ ക്യാപ്റ്റനും അടുത്ത അനുയായികളും കയറി. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ക്യാപ്റ്റൻ. എനിക്കും. തിരകൾ വരുന്നു, പറഞ്ഞു നിൽക്കാതെ തോണികൾ തുഴഞ്ഞകറ്റൂ. കപ്പൽ മുങ്ങുമ്പോഴുള്ള തിരയിൽ അകപ്പെടാതിരിക്കാൻ നാവികർ തോണികൾ തുഴഞ്ഞകറ്റി. ഭയക്കാതിരിക്കൂ, നമ്മുടെ സന്ദേശം ചില കപ്പലുകളിൽ എത്തിയിട്ടുണ്ട്. അവർ മണിക്കൂറുകൾക്കകം ഇവിടെ എത്തും. ദൈവമേ. നേരം കടന്നുപോയി. നോക്കൂ ക്യാപ്റ്റൻ, മറ്റു തോണികളൊന്നും കാണാനില്ല. ഈ സമുദ്രത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നു. മറ്റു തോണികളെല്ലാം ദൂരെ എത്തിയിരുന്നു. അവരെ ഒരു കപ്പൽ കണ്ടെത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ക്യാപ്റ്റൻ്റെ തോണിയിൽ ഇരുട്ടിന് ശക്തി കൂടി വരുന്നു. അകലെ എന്തോ ആയി കാണുന്നുണ്ട്. രക്ഷപ്പെട്ടു, അതൊരു കപ്പലാണല്ലോ. പക്ഷെ ആ കപ്പൽ ഡ്രാക്കുളയുടെ പെട്ടികൾ കയറ്റിയ കപ്പൽ. എന്താണ് ഈ സംഭവിക്കുന്നത്? കാറ്റ്, വള്ളം നീങ്ങുന്നില്ല. നമ്മൾ കപ്പലിനോട് കൂടുതൽ അടുക്കുകയാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ, രക്ഷയില്ല. ആ വിള്ളൽ നിമിഷം തോറും വലുതാവുകയാണ്. നാം മുങ്ങിത്താഴും, ഉറപ്പാണ്. ഇനി നമുക്ക് ഒരു വഴിയേ ഉള്ളൂ. എന്താണത്? ആ നാശം പിടിച്ച കപ്പലിൽ കയറുക. ഇനി നമ്മൾ എന്തു ചെയ്യും? പരിഭ്രമിക്കാതിരിക്കൂ, ആലോചിക്കണം. ആദ്യം നമുക്ക് ഈ കപ്പലൊന്ന് തിരയാം. എന്തു പറയുന്നു? അതാ അവിടെയാണ് ആ പെട്ടികൾ. ഞങ്ങൾ നേരത്തെ തിരഞ്ഞതല്ലേ കുറെ കൽക്കഷ്ണങ്ങൾ മാത്രമുള്ള പെട്ടികൾ മാത്രം. എന്തിനാണത് ശേഖരിച്ചിരിക്കുന്നത്? അറിയില്ല. അത് തുറക്ക്.